മുമ്പ് പലപ്പോഴായി വന്നിട്ടുള്ളതും ഇപ്പോൾ റീസെന്റ് വന്നിട്ടുള്ളതുമായ റിപ്പോർട്ടുകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ വിൽപ്പന ഉടനെ ഉണ്ടായേക്കുമെന്ന് നമുക്കൊക്കെ തോന്നിയേക്കാം. നമ്മൾ പുതിയ നിക്ഷേപകർക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം ആശിഷ് നേഗിയെ പോലുള്ള മാധ്യമപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ പലതരത്തിലുള്ള വാർത്തകളും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടൻഷ്യൽ നിക്ഷേപകരെ പറ്റി ഔദ്യോഗികമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും പല മാധ്യമങ്ങളിലും മുമ്പ് വന്ന റിപ്പോർട്ടുകളെയും മറ്റും അടിസ്ഥാനപ്പെടുത്തി ക്ലബിനെ സ്വന്തമാക്കാൻ സാധ്യത കൽപ്പിക്കുന്ന പല ഗ്രൂപ്പുകളുടെ പേരുകളും ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനി ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പാണ്. മുമ്പൊരിക്കൽ ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ ഇവർ ശ്രമിച്ചതായിട്ടുള്ള ശക്തമായ റൂമറുകൾ ഉണ്ടായിരുന്നതാണ്. ഒപ്പം മലയാളി ബ്രാൻഡ് കൂടിയായിട്ടുള്ള ലുലുവിന് സ്പോർട്സിനോടുള്ള താല്പര്യവും അവരുടെ പേര് സജീവമാക്കാൻ കാരണമായിട്ടുണ്ട്. പിന്നെ കേൾക്കുന്ന മറ്റൊരു പേര് വൈറ്റ് ഗോൾഡ് ഗ്രൂപ്പിന്റേതാണ്. നിലവിൽ ക്ലബിന്റെ ടൈറ്റിൽ സ്പോൺസറായ വൈറ്റ് ഗോൾഡിനെ മാഗ്നം ക്ലബ്ബ് പൂർണ്ണമായും വിൽക്കാൻ തീരുമാനിച്ചാൽ ക്ലബിനെ ഏറ്റെടുക്കാൻ സാധ്യത കൽപ്പിക്കുന്ന നിക്ഷേപകരായിട്ടാണ് വിലയിരുത്തുന്നത്. അതിനു പുറമെ ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന RP ഗ്രൂപ്പ്, VPS ഹെൽത്ത് കെയർ തുടങ്ങിയവരുടെ പേരുകളും സജീവമായി ഉയർന്നു വരുന്നുണ്ട്. പിന്നെയുള്ളത് ഇന്ത്യൻ ഫുട്ബോളിന്റെ മാർക്കറ്റ് വാല്യൂവും വാണിജ്യ സാധ്യതകളും വിലയിരുത്തി ഏതെങ്കിലും വിദേശ സ്പോർട്സ് മാനേജ്മെന്റ് കോർപ്പറേറ്റുകൾ ക്ലബിനെ ഏറ്റെടുക്കാൻ വരുന്ന സാധ്യതകളാണ്. മൊത്തത്തിൽ ക്ലബിനെ വിൽക്കാൻ മാനേജ്മെന്റ് തയ്യാറായാൽ ക്ലബിനെ സ്വന്തമാക്കാൻ നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ അവർ ക്ലബിനെ വിൽക്കുമോ അതോ ഇത് പതിവ് ന്യൂസായി മാത്രം ഒതുങ്ങുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തേക്കുക.